കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തരായ കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് പി.ടി. തോമസ്. തെറ്റായി എന്ത് തന്നെ കണ്ടാലും അതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിരോധിക്കുന്ന ഒരു ജനപ്രതിനിധി എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റുന്ന ഒരാൾ. തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഏതൊരു പാർട്ടിക്കാരനും ബഹുമാനത്തോടെ നോക്കിക്കാണുന്ന ഒരു കോൺഗ്രസ് നേതാവ് തന്നെയായിരുന്നു പി.ടി. തോമസ്. അദ്ദേഹത്തിന്റെ മരണത്തോടെ ഒട്ടും നികത്താനാവാത്ത വിടവ് തന്നെയാണ് കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രിയപത്നിയായ ഉമ്മ തോമസ് സ്ത്രീകൾക്ക് വേണ്ടി, അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി എന്നും നിലകൊള്ളുന്ന ഒരു വനിതാ നേതാവ് തന്നെയാണ്. പക്ഷേ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല, പൊതുവായ പ്രശ്നങ്ങളിലും പരിഹാരം കാണാൻ ഉമ്മ തോമസ് എന്നും നിലകൊണ്ടിരുന്നു. പി.ടി. തോമസിന്റെ വഴിയെ അതേ ശൈലിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഉമ്മ തോമസും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ നടിക്ക് പൂർണ്ണ പിന്തുണ നൽകി മുന്നിലുണ്ടായിരുന്നതും ഉമ്മ തോമസ് തന്നെയാണ്. അന്തിമ വിധിയുടെ അടുത്തുള്ള ദിവസങ്ങളിൽ നടി വിളിച്ചതും ഉമ്മ തോമസിനെ തന്നെയായിരുന്നു. എന്നാൽ വിധി വന്നപ്പോൾ ആകെ തളർന്നുപോയ നടിക്ക് ശക്തിയായി നിന്നതും ഉമ്മ തോമസ് തന്നെയാണ്. എത്രയോ തവണ നടി പങ്കുവച്ച ആശങ്കകൾ ശരിയാണെന്ന് കോടതി വിധിയിൽ തെളിഞ്ഞിരിക്കുന്നുവെന്ന് ഉമ്മ തോമസ് പ്രതികരിച്ചു. കൂടാതെ മറ്റു പല വിഷയങ്ങളിലും ഉറച്ച തീരുമാനങ്ങൾ തന്നെയാണ് ഉമ്മ തോമസ് എടുത്തിരുന്നത്. രാഹുൽ മാങ്കൂട്ടം വിഷയം വന്നപ്പോഴും രാഹുൽ എം.എൽ.എ. സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടതിന് പിന്നാലെ കടുത്ത സൈബർ ആക്രമണം വരെ നേരിട്ടിരുന്നു. എന്നാൽ ഈ സൈബർ ആക്രമണത്തിലൊന്നും ഉമ്മ തോമസ് തളർന്നില്ല. ഉമ്മ തോമസിന് പൂർണ്ണ പിന്തുണയുമായി നിർമ്മാതാവ് സാന്ദ്ര തോമസ് രംഗത്ത് വന്നിരുന്നു. സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ എതിർക്കപ്പെടേണ്ടതാണെന്ന് സാന്ദ്ര തോമസ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. എതിർക്കുന്ന ശബ്ദങ്ങളെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നത് ആണധികാര ശബ്ദത്തിന്റെ പ്രതിഫലനമാണെന്നും സാന്ദ്ര തോമസ് പറഞ്ഞിരുന്നു. അങ്ങനെ ഉമ്മയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി കൂടുതൽ സ്ത്രീകളും രംഗത്ത് വന്നിരുന്നു. കൂടാതെ അപകടം പറ്റി വിശ്രമത്തിലായിരുന്ന സമയത്തും ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അതിന് പരിഹാരം കാണാനും എം.എൽ.എ. എന്നുള്ള നിലയിൽ ഉമ്മ തോമസ് തയ്യാറായിരുന്നു. എന്തുകൊണ്ടും നമ്മുടെ സർക്കാരിനേക്കാൾ ഭേദമായ രീതിയിൽ തന്നെയാണ് എം.എൽ.എ. ആയ ഉമ്മ തോമസ് പ്രവർത്തിക്കുന്നതെന്ന് തന്നെ പറയാം. ഇപ്പോഴിതാ പാലാരിവട്ടത്ത് ജലവിതരണ പൈപ്പ് പൊട്ടിയതിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എം.എൽ.എ. ഉമ്മ തോമസ്. പാലാരിവട്ടത്ത് മെട്രോ നിർമ്മാണത്തിനിടെയാണ് പൈപ്പ് പൊട്ടിയത്. അതുമൂലം 4 ദിവസങ്ങളായി ജനങ്ങൾ വെള്ളമില്ലാതെ പൊറുതിമുട്ടുകയാണ്. എം.എൽ.എയോടൊപ്പം സ്റ്റേഡിയം ഡിവിഷൻ കൗൺസിലർ ദീപ്തി മേരി വർഗീസും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസവും ഇതിനടുത്ത് കലൂർ ഭാഗത്ത് പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് കലൂർ, ഇടപ്പള്ളി, പാലാരിവട്ടം, തമ്മനം, അഞ്ചുമന, പാടിവട്ടം, ചേരാനല്ലൂർ പ്രദേശങ്ങളിൽ ജലവിതരണം തടസ്സപ്പെട്ടിരുന്നു. ഇത് ശരിയാക്കിയതിന് പിന്നാലെയാണ് സ്റ്റേഡിയത്തിനും പാലാരിവട്ടത്തിനും ഇടയിൽ മെട്രോ നിർമ്മാണം നടക്കുന്നിടത്ത് വീണ്ടും പൈപ്പ് പൊട്ടിയത്. മെട്രോ നിർമ്മാണം നടത്തുന്നവരും വാട്ടർ അതോറിറ്റി അധികൃതരുമായി ഏകോപനമില്ലാത്തതാണ് പൈപ്പ് പൊട്ടാൻ കാരണമെന്നാണ് ഉമ്മ തോമസിന്റെ ആരോപണം. എവിടെയാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് എന്നറിയാത്ത മെട്രോ നിർമ്മാണം നടത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ പൈലിംഗ് നടത്തുന്നത് വഴിയാണ് പൈപ്പുകൾ തകർന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. സത്യത്തിൽ ഇത്തരത്തിൽ പൈപ്പ് പൊട്ടുന്നത് ഗുരുതരമായ വീഴ്ച തന്നെയാണ്. വികസനമൊക്കെ നല്ലത് തന്നെ, എന്നാൽ ജനങ്ങളുടെ ജീവിതം അവതാളത്തിലാക്കിക്കൊണ്ടാവരുത് വികസനങ്ങൾ നടത്താൻ. അല്ലെങ്കിലും ജനങ്ങളെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാവോ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കുകയാണല്ലോ സർക്കാരിന്റെ പതിവ്.